നമുക്ക് പലപ്പോഴും തോന്നാറില്ലേ, ഞാൻ എത്രയൊക്കെ എഫേർട്ട് എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടും, എന്തുമാത്രം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും, ഇയാൾക്കിതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ, ഇയാളുടെ തലയിലേക്ക് ഇതൊന്നും കേറുന്നില്ലല്ലോ, ഞാൻ പറയുന്ന കാര്യത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണല്ലോ ഇയാൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയൊക്കെ ചിലരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തോന്നാറില്ലേ? ഇതിന് ശരിക്കും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് അല്ലാത്തതാണ് അതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത്. നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയുക എന്ന് പറയുന്നത് ഒരു കല തന്നെയാണ്. ആ ഒരു കല സ്വായത്തമാക്കിയാൽ മാത്രമേ നമുക്ക് ജീവിതത്തില് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. നല്ല രീതിയില് കമ്മ്യൂണിക്കേഷൻ നിലനിർത്തുക എന്ന് പറയുന്നത് നമ്മുടെ ബന്ധങ്ങളിലായാലും, അതുപോലെ നമ്മുടെ ജോലിയിലായാലും ഒക്കെ വളരെയധികം അത്യാവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് കോണ്ടന്റ് ക്രിയേഷൻ ഒക്കെ ഇത്രയധികം ഇങ്ങനെ ബ്ലൂം ചെയ്ത് വരുന്ന ഒരു കാലഘട്ടത്തില് ശരിക്കും അത് വളരെ വളരെ ആവശ്യമാണ് നമുക്ക് ഓരോരുത്തർക്കും. വളരെ കുട്ടിക്കാലം മുതലേ നമ്മൾ മാസ്റ്റർ ചെയ്തെടുക്കണം ഈ ആർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കും എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു മനഃപൂർവ്വമായിട്ടുള്ള ഒരു എഫേർട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് ആവശ്യമുണ്ട്. നമ്മളറിയാതെ നമ്മുടെ ബോഡി ലാംഗ്വേജ് നിരന്തരം മറ്റൊരു വ്യക്തിയുമായിട്ട്, നമ്മൾ സംസാരിക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇയാള് എന്തുമാത്രം ആത്മാർത്ഥമായാണ് ഒരു കാര്യം പറയുന്നത്, ഇയാള് ഉദ്ദേശിക്കുന്ന കാര്യം തന്നെയാണോ ഇയാൾ പറയുന്നത്, ഇയാളുടെ മനസ്സിലിരിപ്പ് വേറെയും ഇയാൾ പറയുന്നതൊന്നും അങ്ങനെ ഒരു അവസ്ഥയാണോ എന്നൊക്കെ കേൾക്കുന്നയാൾക്ക് അല്ലെങ്കിൽ നമ്മളെ കാണുന്നയാൾക്ക് വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ബോഡി ലാംഗ്വേജ് നമ്മളെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ കള്ളമാണ് പറയുന്നതെങ്കിൽ പോലും നമ്മുടെ ശരീരം, നമ്മുടെ കണ്ണുകൾ, നമ്മുടെ എക്സ്പ്രഷൻ എല്ലാം ആ ആളോട് നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഇത് മാസ്റ്റർ ചെയ്ത് ഒരേ രീതിയിൽ നമ്മൾ കൊടുക്കുന്ന മെസ്സേജും നമ്മുടെ ബോഡി ലാംഗ്വേജും എല്ലാം ഒത്തുചേർന്ന് വരുമ്പോൾ, നമ്മുടെ ടോണും എല്ലാം ഒത്തുചേർന്ന് വരുമ്പോഴാണ് ഒരു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്നത്. സോ രണ്ടുപേർ തമ്മിൽ സംസാരിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളൊരു കാര്യം എങ്ങനെ പറയുന്നു എന്നുള്ളത്. നമ്മുടെ വോയിസ്, നമ്മുടെ ടോൺ എങ്ങനെയാണ് എന്നുള്ളത്, നമ്മൾ ഏതൊക്കെ വാക്കുകൾക്ക് സ്ട്രെസ് കൊടുത്താണ് സംസാരിക്കുന്നത് എന്നുള്ളത്, എത്ര താല്പര്യത്തോടെയാണ് സംസാരിക്കുന്നത് എന്നുള്ളത്, അതുപോലെ നമ്മുടെ ബോഡി ലാംഗ്വേജ്, എത്ര കോൺഫിഡൻ്റ് ആയിട്ടാണ് നമ്മളൊരു കാര്യം സംസാരിക്കുന്നത്, എത്ര ഇൻട്രസ്റ്റോട് കൂടിയാണ്, എത്ര റെസ്പെക്റ്റോട് കൂടിയാണ് എന്നൊക്കെ നമ്മുടെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ ഒരാൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. ഇതൊന്നും നിസ്സാര കാര്യങ്ങളല്ല. ഒരു ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ഒരു വേദിയിലേക്ക് കയറുന്നതിന് മുമ്പോ മാത്രം പഠിച്ചെടുക്കേണ്ട കാര്യങ്ങളുമല്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഒരു വ്യക്തിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മാസ്റ്റർ ചെയ്തിരിക്കേണ്ട വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ലൈഫ് സ്കില്ല് തന്നെയാണ്. അത് മാസ്റ്റർ ചെയ്യുക തന്നെ വേണം നമുക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആവാൻ.